13ാമത് അന്താരാഷ്ട്ര കരകൗശലമേളയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനത്തിന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആഗോള തലത്തിലേക്ക് വികസിക്കുന്ന സർഗാലയിൽ 13ാമത് വാർഷിക കരകൗശലമേള നടക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 23 മുതൽ ജനുവരി 11 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമായിട്ട് 100-ലേറെ സ്റ്റാളുകളും അതോടൊപ്പം ഭക്ഷ്യമേള, ഫ്ലവർ ഷോ, കലാപരിപാടികൾ, കുട്ടികൾക്കുള്ള വിനോദ പരിപാടികളൊക്കെ ആയിട്ടാണ് മേള ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മേളയുടെ ഔപചാരിക ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ റിയാസ് സാറ് ഡിസംബർ 25-ന് നിർവഹിക്കും. 15ഓളം രാജ്യങ്ങളിൽ നിന്നും അതുപോലെ ഇന്ത്യയിലെ 18ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് 300-ലധികം കരകൗശല വിദഗ്ധർ ഈ മേളയുടെ ഭാഗമായി മാറും. അതോടൊപ്പം തന്നെ സർഗാലയ കഴിഞ്ഞ 13 വർഷത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു രൂപത്തിൽ നിന്ന് പുതിയൊരു രൂപത്തിലേക്ക്, അതായത് ഒരു അന്താരാഷ്ട്ര വിനോദ സഞ്ചാര കേന്ദ്രം എന്ന പദവിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി വികസിക്കുന്നൊരു വർഷം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മേളയ്ക്ക് അങ്ങനെയൊരു പ്രാധാന്യം അവിടെ ഉണ്ട്. അതുകൂടാതെ ഒരു ഹാൻഡ്ലൂമിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയും കൂടി ഈ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കുള്ള ഒരു ഫാഷൻ ഷോ അവിടെ നടക്കുന്നുണ്ട് ഇതിൽ തന്നെ. കഴിഞ്ഞ വർഷം ഒരുപാട് നമ്മൾ ഓരോ വർഷവും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിൽ വെച്ചിട്ടായിരുന്നു കലാപരിപാടികൾ മുഴുവൻ നടന്നത്. വാട്ടർ സ്റ്റേജ് എന്നുള്ള രീതിയിൽ, കാരണം ഞങ്ങളുടെ മാതൃസ്ഥാപനമായ ഊരാളുകളുടെ സഹായത്തോടു കൂടി ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജ് ഏർപ്പെടുത്തിയിട്ട് അതിലാണ് ഈ പറഞ്ഞ കലാപരിപാടികളൊക്കെ നടത്തിയത്. വലിയൊരു ആകർഷകമായിരുന്നത്. കാരണം അത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് അവിടെ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തം എന്തായാലും നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. ആ മൂരാട് പാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ ഇടയിലും ഒരു പേടി സ്വപ്നമാണ്, എങ്ങനെ മൂരാട് പാലം കടക്കുമെന്നുള്ളത്. തവണ പുതിയൊരു പാലം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ 2 സൈഡിലുള്ള സർവീസ് റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ ഗതാഗത കുരുക്കും ഉണ്ടാവില്ല. പിന്നെ അത് സന്ദർശകർക്ക് വരുന്നവർക്ക് പ്രത്യേക വാഹന പാർക്കിംഗ് നമ്മൾ ഇൻസൈഡ് ക്യാമ്പസും അതുപോലെ തന്നെ പുറത്തും നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. ഈ മേളയായിട്ട് വിദേശത്തു നിന്നും നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതിന് വേണ്ടിയിട്ടായി മാത്രം ആർട്ടിസാൻസ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു നിലനിൽപ്പും ഈ 10-12 വർഷമായിട്ട് നമ്മൾ നടത്തുന്ന മേളേൻ്റെ ഒരു പിന്നിലുണ്ട്. അതിൻ്റെ ഒരു ലക്ഷ്യം കൂടെയുണ്ട്. കരകൗശല മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു ഉന്നമനത്തിനും കൂടി വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്, സർഗാലയ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷവും ഈ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഇടക്കും മേള നടത്താനുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അതിനുള്ള സപ്പോർട്ടാണ് പത്രമാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.